നിന്ന് വരുന്ന വാർത്തയാണ്. കനത്ത മഴയിൽ ദില്ലി വിമാനത്താവളത്തിന്റെ മേൽക്കൂരയടർന്നു വീണ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. 5 പേർക്ക് പരിക്ക്. അപകടത്തിൽ നിരവധി കാറുകളും തകർന്നു. പുലർച്ചെ മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ വിമാനത്താവളത്തിന്റെ 1ാം ടെർമിനലിലാണ് അപകടമുണ്ടായത്. ശക്തമായ മഴയിൽ നഗരപ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. വിവിധയിടങ്ങളിൽ ഗതാഗതം താറുമാറായി. വിവരങ്ങളുമായി ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നു. ശരത്ത്, നമ്മൾ ഇതുവരെയും പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരുന്നത് 6 പേർക്ക് പരിക്കുപറ്റിയെന്നാണ്. ഇപ്പോൾ ദില്ലി വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1ലെ മേൽക്കൂര തകർന്നു വീണ് ഒരാൾ മരിച്ചു എന്ന വിവരമാണ് എത്തുന്നത്. അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ നില ഗുരുതരമാണോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺകുമാർ, ഈ അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ എയർപോർട്ട് അധികൃതരും അതുപോലെ തന്നെ ഫയർഫോഴ്സും വ്യക്തമാക്കിയത് 6 പേർക്ക് പരിക്ക് എന്നതായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന് വ്യക്തമായിരുന്നു. കാരണം അയാൾ ഇരുന്ന കാറിന്റെ മുകളിലേക്ക് നേരെ ഈ പില്ലറുകൾ വന്ന് പതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടാകും എന്നുള്ള കാര്യം ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഏതായാലും ഒരാളുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ആകെ 6 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 5 പേർ ചികിത്സയിൽ തുടരുന്നു എന്നും എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 5:30 കനത്ത മഴയെ തുടർന്ന് ദില്ലി വിമാനത്താവളത്തിന്റെ 1ാം ടെർമിനലിലുള്ള മേൽക്കൂര തകർന്നു വീണത്. ഈ കാറുകൾ പാർക്ക് ചെയ്ത ഭാഗത്തേക്ക്, ആ കാറുകൾ നിരനിരയായി പാർക്ക് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്, അവിടെയാണ് ഈ പില്ലറുകൾ വീണത്. ആ കാറിനകത്ത് ഉണ്ടായിരുന്നവരാണ് പരിക്കേറ്റവരിൽ ഏറെയും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ പുലർച്ചെ നടന്ന അപകടമായതുകൊണ്ട് തന്നെ അധികം ആളുകൾ അപകടത്തിൽ പെട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. വലിയ തിരക്ക് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ വലിയ അപകടമായി മാറിയേനെ. ഇപ്പോൾ NDRF സംഘം അടക്കം ആ വിമാനത്താവളത്തിലേക്ക് എത്തുകയും ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിമാനത്താവളത്തിൽ ഇപ്പോഴും ഈ വലിയ ഗതാഗത തടസ്സം നേരിടുന്ന സാഹചര്യം വിമാനത്താവളത്തിന്റെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടെർമിനൽ 1 ഭാഗികമായി അടച്ചിരിക്കുകയാണ്. തൽക്കാലം ഫ്ലൈറ്റ് സർവീസുകൾ ടെർമിനൽ 1 വഴി ഉണ്ടാകില്ല, അത് റദ്ദാക്കിയിരിക്കുന്നു. മറ്റ് ടെർമിനലുകളിലെ സർവീസുകൾ തുടരും. അതേസമയം തന്നെ ആഭ്യന്തര വിമാന സർവീസുകൾ ഏതായാലും ഈ ടെർമിനൽ 1നെ അടച്ച് ഇട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സാരമായി ബാധിച്ചിരിക്കുകയാണ്. വിമാന കമ്പനികൾ ഒന്നുകിൽ ഈ ഫ്ലൈറ്റുകൾ റദ്ദാക്കുകയോ അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർച്ചറിനോ അല്ലെങ്കിൽ അറൈവലോ വന്നവരെ കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ കൊണ്ടാക്കാനോ വന്നവരായിരിക്കും ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവുക അല്ലേ? നമ്മൾ പോയിട്ടുണ്ട് ഈ ടെർമിനൽ 1ന്റെ മുൻപിൽ, എനിക്കൊന്ന് ഡിപ്പാർച്ചറിന്റെ ഗേറ്റിന് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളിലേക്കാണ് അത് വീണത്. എന്താണ് ആ ഭാഗം മുഴുവൻ താഴേക്ക് വീഴുകയാണോ ചെയ്തത് ശരത്? അതിൻ്റെ ഒരു ഭാഗം, മുഴുവൻ മേൽക്കൂര അങ്ങനെ തന്നെ തകർന്ന് താഴേക്ക് വീണിട്ടില്ല. അതിലെ ഒരു ഭാഗം മാത്രമാണ് മേൽക്കൂര താഴേക്ക് വീണിരിക്കുന്നത്. അതിൽ തന്നെ ഈ അപകടം ഇത്രയും വലിയ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകാൻ കാരണം ഈ കാറുകൾക്ക് മുകളിലേക്ക് പില്ലർ വീണു എന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ളൊരു വിശദമായ അന്വേഷണത്തിനടക്കം കേന്ദ്ര വ്യോമയാന മന്ത്രാലയം തയ്യാറാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. ആദ്യത്തെ പരിഗണന പരിക്കേറ്റിട്ടുള്ള ആളുകൾക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിനാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിമാന കമ്പനികൾ യാത്രക്കാർക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാതെ ഫ്ലൈറ്റ് സർവീസുകൾ ക്രമീകരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ ആശുപത്രിയിലുള്ള ആളുകളുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ തന്നെയാണ്. ഇപ്പോഴും ഔദ്യോഗികമായി മറ്റു ഉള്ള ആളുകളുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ഒരു വിശദീകരണം പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഉച്ചയോടുകൂടിയെങ്കിലും ഈ പൊളിഞ്ഞുപോയ ഭാഗം അത് നീക്കം ചെയ്ത് അവിടെ ഫ്ലൈറ്റ് സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും മറുവശത്ത് സജീവമായി നടക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആ തൂണ് അപ്പടി തന്നെ അവരുടെ ഈ കാറിന് പുറത്തേക്ക് വീണ് കാർ യഥാർത്ഥത്തിൽ 2ആയി മാറിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ ദൃശ്യങ്ങൾ വളരെ ഭീകരമാണ് അല്ലേ ശരത്? അതെ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ 3-4 കാറുകളുടെ ഏറ്റവും മുൻപിൽ ഉണ്ടായിരുന്ന കാർ, അതിനകത്ത് ഡ്രൈവർ സീറ്റിലിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലത് തോൾ ഭാഗത്ത് കൂടെയാണ് ഈ പില്ലർ വീണത്. ഒരു വ്യക്തമല്ല എങ്കിലും അദ്ദേഹമാണ് മരിച്ചത് എന്നുള്ള സംശയം. കാരണം അത്രയും ഭാരമുള്ള പില്ലറാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് അത്രയും പ്രഷറിൽ വീഴുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെയും എല്ലാവരെയും പുറത്തെടുക്കാനായി, രക്ഷപ്പെടുത്തി
പരുക്കേറ്റു എന്ന് മാത്രമായിരുന്നു എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കിയത്. നിലവിലെ സാഹചര്യത്തിൽ ഈ പില്ലർ വീണിട്ടുണ്ടായ അപകടം അതിൽ തന്നെ ഈ കാറിലുള്ളവർക്കാണ് സാരമായി പരുക്കേറ്റത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായൊരു മെഡിക്കൽ ബുള്ളറ്റിൻ ഒന്നും ഇത് സംബന്ധിച്ചിട്ട് വന്നിട്ടില്ല. എങ്കിൽ മാത്രമേ എത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഔദ്യോഗികമായ വ്യക്തത വരികയുള്ളൂ. എയർപോർട്ടിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ദില്ലിയിലെ പല ഭാഗങ്ങളിലും ഈ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മഴയ്ക്കൊരു നേരിയ ശമനമുണ്ടോ ശരത്ത് ദില്ലിയിൽ? ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും. വലിയ മഴയില്ല ഇവിടെ. ഒന്ന് മഴ ശമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ വെള്ളം കയറി കഴിഞ്ഞു പലയിടങ്ങളിലും. ആ വെള്ളം ഇറങ്ങാൻ ഇനിയും സമയമെടുക്കണം. അങ്ങനെ വെള്ളം ഇറങ്ങാൻ വേണ്ടി പറ്റുന്ന കൃത്യമായൊരു ഡ്രെയിനേജ് സംവിധാനമൊന്നും ഡൽഹിയിലില്ല. അത് പലപ്പോഴും രാഷ്ട്രീയ വിവാദങ്ങൾക്കൊക്കെ വഴി തുറക്കുന്നതുമാണ്. അതുകൊണ്ട് ഈ മഴയുണ്ടാക്കിയിരിക്കുന്ന കെടുതികൾ അത് ഒന്ന് ശമിക്കണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ ഈ മഴ മൂലമുള്ള വലിയ പ്രത്യക്ഷത്തിലുള്ള അപകടങ്ങൾ അത് ഒരു പരിധിവരെ ഒഴിവായി എന്ന് പറയാനാകും. അപ്പോൾ തന്നെയും വരും ദിവസങ്ങളിൽ 3-4 ദിവസത്തേക്ക് കൂടി ഇതേ രീതിയിൽ ശക്തമായ മഴയുണ്ടാകും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നിലവിൽ യമുനാ നദിയുടെ ജലനിരപ്പ് അങ്ങനെ കുത്തനെ ഉയർന്നതായുള്ള റിപ്പോർട്ടുകളുമില്ല. അങ്ങനെ ആ ഒരു ജലനിരപ്പ് ഉയരുക കൂടി ചെയ്താൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയും ചെയ്യും. അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനയടക്കം വൈകാതെ നടത്തും എന്നതാണ് ദില്ലി സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും വ്യക്തമാക്കുന്നത്. ദില്ലിയിൽ ഈ യമുനാ നദിയിൽ പെട്ടെന്നാണ് ജലനിരപ്പ് ഉയരുക. അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് നേരിടുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ അടക്കം വൈകാതെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഓക്കെ ശരത്ത്, എന്തായാലും ഈ ആശുപത്രിയിൽ കഴിയുന്നവരുടെ നിലയൊന്ന് പരിശോധിക്കൂ. മാത്രമല്ല ഈ ഡൽഹി എയർപോർട്ടിന്റെ ചുമതല ആർക്കാണ് എന്നുള്ളത് കൂടി ഒന്ന് നോക്കൂ. നേരത്തെ പല വിമാനത്താവളങ്ങളും സ്വകാര്യവൽക്കരിച്ചിരുന്നു. അപ്പോൾ അതിന് പിന്നിൽ ഈ മേൽക്കൂര തകർന്നു വീണതിന് പിന്നിൽ മറ്റെന്തെങ്കിലും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടോ, ആരോപണം തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാം.